ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മുടെ CGL-ന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണിത്. ഒരുപാട് ആസ്പിരൻസ് നമ്മുടെ അടുത്ത് അവരുടെ കൺസേൺസ് എന്നുള്ള രീതിയിലും ഡൗട്ട്സ് എന്ന രീതിയിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമന്റ് ബോക്സിലായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാനും റിജിൻ സാറും വന്നിരിക്കുന്നത് നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനും വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ SSC-യുടെ എക്സാംസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ SSC-യുടെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഈ നോട്ടിഫിക്കേഷൻസ് വേണ്ടി. നമ്മുടെ കുറച്ച് ഡിലേ ആയി ആക്ച്വലി വന്നപ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ SSC എക്സാംസിന്റെ പാറ്റേണിലും ഇതിലൊക്കെ കണ്ടത് 2022-ലായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഏകദേശം 4 വർഷം കഴിഞ്ഞു. 4 വർഷം അത് അതേപോലെ തന്നെ പോയി, വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഈ 4 വർഷം കഴിഞ്ഞപ്പോൾ ഇനി കുറെ പുതിയ ചേഞ്ചസ് ഈ വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ വളരെ നല്ല ചേഞ്ചസ് ആണ്, ചിലത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് കമന്റ് സെഷൻസ് ഒക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് എക്സാംസിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു സെക്ഷണൽ ടൈമിംഗ് നമ്മുടെ SSC എക്സാംസിലേക്ക് ഇനി കൊണ്ടുവരുവാണ്. അപ്പോൾ ആ ഒരു സെക്ഷണൽ ടൈമിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ഇനി വരുന്ന എക്സാംസിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഈ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം SSC ആസ്പിരൻസിനെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇനി SSC എക്സാംസിനും ബാങ്ക് എക്സാംസിനും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആസ്പിരൻസിന് ചിലപ്പോൾ ഇത് ചെറിയ പരിചയം, അവർക്ക് വലിയൊരു അത്ഭുതം ഒന്നും തോന്നില്ല. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രിലിംസ് എക്സാമിനും അതായത് ടയർ 1 എക്സാമിനും ടയർ 2 എക്സാമിനും സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. പ്രിലിംസിന്റെ പറയുകയാണെങ്കിൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 4 സെക്ഷൻസ് ഉണ്ട്. ഈ 4 സെക്ഷനും ചെയ്യാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ നിന്നാണ് എക്സാം തുടങ്ങുന്നെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് നേരം ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ QA ആണെങ്കിൽ QAയിലേക്ക് സ്ക്രീൻ ഷിഫ്റ്റ് ആവും. പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും കാണാൻ പറ്റില്ല. അതാണ് ഈ ഒരു സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ എന്തുകൊണ്ട് ഈ സെക്ഷണൽ ടൈമിംഗ് വരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഡേ ബൈ ഡേ കോമ്പറ്റീഷൻ കൂടി വരികയാണ്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടി വരികയാണ്. അപ്പം നല്ല പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ആസ്പിരൻസിനെ മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ളവരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ സ്ക്രീൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെക്ഷണൽ ടൈമിംഗ്, സെക്ഷണൽ കട്ട് ഓഫ് പോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയിൽ കൊണ്ടുവരുന്നത്. അപ്പം ഈ 15 മിനിറ്റ് നേരം ഇംഗ്ലീഷ് ചെയ്യുക, അതുപോലെ ഓരോ സെക്ഷന് 15 മിനിറ്റ്സ് ആണ്. അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പം ആ 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഇപ്പം പാസേജ് ഉണ്ട്, നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം എന്നില്ല. കാരണം അതെന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ വൊക്കാബുലറി, ഇറർ സ്പോട്ടിംഗ്, പാരാജമ്പിൾസ് ഇങ്ങനെയുള്ള ഈസിയർ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാം. കാരണം ആദ്യത്തെ ചെറിയ സമയത്ത് തന്നെ ഒരുമാതിരി എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി അങ്ങോട്ടുള്ള ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യാം. അതാകുമ്പോൾ ബാക്കി കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസും വരും. ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് സമാധാനത്തോടെ പാസേജ് ഒക്കെ വായിച്ച്, അതിൽ കുറച്ച് ടൈം എന്തായാലും റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ വേണം. അപ്പം കുറച്ച് സമയം എടുത്ത് തന്നെ വായിച്ച് അത്രയും ചെയ്യാൻ പറ്റും. ഇപ്പം QL ആണെങ്കിലും ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാടായിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പാടായിട്ടുള്ള അരിത്തമെറ്റിക് ടോപ്പിക്സ് ഒന്നും നമ്മൾ ആദ്യമേ തന്നെ കയറി ചെയ്യരുത്. ഫസ്റ്റ് 15 മിനിറ്റ്സിൽ ആദ്യം എളുപ്പമായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, അതുപോലെ നമ്പർ സീരീസ്, പെർസെൻറ്റേജ്, ആവറേജ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ സമയം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ബാക്കി ടഫർ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് വെച്ച് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റജിയും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സാർ, ഈ ഒരു സെക്ഷണൽ ടൈമിംഗ് സാറിന് എന്താ തോന്നുന്നത്, അത് ഫ്യൂച്ചർ എക്സാമിനേഷൻ ഇപ്പം നമുക്ക് CHS-ലൊക്കെ വരാനുണ്ട്, അതിലും വരുമോ? പിന്നൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ പോസ്റ്റുകളുടെ കാര്യമാണ്. ഇപ്പം ഈ സെക്ഷണൽ ടൈമിംഗ് ചേഞ്ച് വന്നു, ഇനി പോസ്റ്റുകളിൽ ചേഞ്ച് വരുമോ? പുതിയ പോസ്റ്റുകൾ ആഡ് ആവുമോ? അതെ, അപ്പം ഇപ്പൊ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമുക്ക് എപ്പോഴും SSC എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ സത്യം പറഞ്ഞ ഒരു സൈൻ എപ്പോഴും തരാറുണ്ട്. അതിന്റെ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് നമ്മുടെ SSC-യുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷെ എനിക്കൊന്നും ഒരുപാട് ശ്രദ്ധിക്കാത്തൊരു നോട്ടിഫിക്കേഷൻ. അപ്പൊ ആ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ആക്ച്വലി CGL-ന് മുമ്പേ വന്നു. നമ്മൾ പെട്ടെന്ന് പറയുമ്പോഴും നമ്മുടെ SSC-യുടെ കലണ്ടർ നോക്കി കഴിഞ്ഞാൽ CGL ആദ്യം കിടക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ CGL-ന് മുമ്പേ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു. ആൻഡ് അവർ അതിൽ സെക്ഷണൽ ടൈമിംഗ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആക്ച്വലി CGL-ലേക്ക് വന്നത്. CGL മാത്രം നോക്കുന്നവർക്കും CGL എനിക്കൊന്ന് വളരെ കോമൺ ആയിട്ട് നോക്കുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്, CGL, CS, MTS. അപ്പൊ അത് മാത്രം നോക്കുന്നവർക്ക് ഇതൊരു പുതിയ കാര്യമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ 2 മാസം മുമ്പേ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു ചെറിയൊരു സൂചന SSC തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന സെക്ഷണൽ ടൈമിംഗ് വന്നു, CGL-ൽ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും സെക്ഷണൽ ടൈമിംഗ് വരാൻ സാധ്യതയുള്ള ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ
CSSL നമ്മുടെ സീജലിന്റെ എക്സാക്ട് സെയിം പാറ്റേൺ ആണ് നമ്മുടെ CSSലും ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം പാറ്റേൺ എവിടെയും ഫോളോ ആകണം, CSSL ഉറപ്പായിട്ടും ഫോളോ ആകണം. പിന്നെ വരാൻ സാധ്യതയുള്ള വേറൊരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ SSCയുടെ CPO സെൻട്രൽ പോലീസ് ഓഫീസർ, അത് SSCയുടെ സീജലിന്റെ എക്സാമിന്റെ ഏകദേശം അതേ പാറ്റേൺ ആണ് Tier 1. ജസ്റ്റ് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന്റെ എണ്ണം ഡബിൾ ആണ്. അപ്പൊ ഇവിടെ 100 ആണെങ്കിൽ അവിടെ 200 ക്വസ്റ്റിനാണ് വരുന്നത്. അപ്പൊ എഗെയിൻ ബാക്കിയുള്ള എല്ലാം സെയിം ഗ്രാജുവേഷൻ ലെവലാണ്. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഈ ഒരു സെക്ഷണൽ ടൈമിംഗ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മേ ബി വരാതിരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കാൻ സാധ്യതയുള്ള 2 എക്സാം SSCയുടെ MTS ഉം GD. പക്ഷെ അത് നമുക്ക് വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ 10th ക്ലാസ് ലെവൽ ഓഫ് എക്സാം അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്ഷൻ ടൈമിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി കണ്ടറിയേണ്ടി വരും എന്ന് പറയാം. എക്സാമിന് മേ ബി വരാൻ ചാൻസ് ഉണ്ടാവില്ലായിരിക്കും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ പറയാനും പറ്റില്ല. അവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടിലും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ CGL, CSSL, CP ഒക്കെ എടുത്ത 25, 25, 25, 25 അങ്ങനത്തെ ഒരു കണക്കാ. അതുപോലെ ഇപ്പൊ CP എടുത്താലും 25 അല്ലെങ്കിലും 50, 50, 50, 50 ഒരു കണക്കാ. പക്ഷെ MTS എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൗണ്ട് അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് അവിടെയൊക്കെ സെക്ഷൻ ടൈമിംഗ് വന്നാലും ഒരു ടൈമിലെ ഡിഫറൻസും വരും. ഇപ്പോഴത്തെ നമുക്ക് 15, 15, 15, 15 ആയിരിക്കത്തില്ല. പിന്നെ 10th ക്ലാസ് ഓഫ് ലെവൽ ഓഫ് എക്സാമിലേക്ക് ഇത് കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ആക്ച്വലി. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പം പക്ഷേ ഇനിയിപ്പോ ഉടനെ നമുക്ക് CGL കഴിഞ്ഞാൽ അടുത്ത ഇനി വരാൻ പോകുന്ന CSSL ആണ്. സോ ഉറപ്പായിട്ട് CSSL എക്സാം നോക്കുന്നവർ ഡെഫിനറ്റ്ലി ഈ സെക്ഷണൽ ടൈമിംഗ് ഇതേപോലെ പാറ്റേൺ പിടിച്ചു തന്നെ ആയിരിക്കണം തുടക്കം തൊട്ടേ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടേ. അതേപോലെ തന്നെ CP ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഒരുപാട് യൂണിഫോം പോസ്റ്റ് എന്ന ആംഗിളിലൊക്കെ അത് നോക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാവരും നമ്മുടെ ഈ സെക്ഷണൽ ടൈമിംഗിന്റെ ഒരു കാര്യമാണ് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ചോദിച്ചൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, ഈ നമ്മുടെ എക്സാമിന്റെ പാറ്റേണിൽ മാത്രമാണ് ഈ വ്യത്യാസമൊക്കെ വരുന്നത്, പോസ്റ്റുകൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? അപ്പൊ പോസ്റ്റുകൾ ആക്ച്വലി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ CGL 36 പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈ വട്ടത്തെ CGL 40 പോസ്റ്റ് ഉണ്ട്. അപ്പൊ പോസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതേപോലെ 2 പോസ്റ്റ് എക്സ്ട്രാ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻകം ടാക്സിൽ ഒരു ഓഫീസ് സൂപ്രണ്ടിന്റെ പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഫോറിൻ ട്രേഡ് ഡയറക്ടർ ഓഫ് ഫോറിൻ ട്രേഡിൽ ഒരു പോസ്റ്റ് കൂടി നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വട്ടം പിന്നെയും നമ്മുടെ ഈ 40 പോസ്റ്റ് എന്ന് പറഞ്ഞൊരു കണക്ക് വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വിളിക്കാത്ത 2 പോസ്റ്റുകൾ ഈ വട്ടം വിളിച്ചു. അതും വെറും പോസ്റ്റ് അല്ല, അത് നമ്മുടെ SSC CGL തന്നെയുള്ള ഗസറ്റഡ് പോസ്റ്റുകൾ, ഗ്രൂപ്പ് ബി നോൺ മിനിസ്റ്ററൽ ഗസറ്റഡ് പോസ്റ്റ്, നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും. അതും പണ്ടത് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പോസ്റ്റായിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ വട്ടം അത് 3 പോസ്റ്റാക്കിയാണ് വിളിച്ചേക്കുന്നത്, സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കുറെ നാൾക്ക് ശേഷം വിളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. എന്നുള്ള വേക്കൻസീസ് അത്യാവശ്യം നല്ലപോലെ കാണും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യില്ല, മിസ്സാക്കരുത്. എസ്പെഷ്യലി ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ലൈക്ക് എക്കണോമിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇങ്ങനെയുള്ള പേപ്പർ ഫൈനാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വട്ടം അത് ട്രൈ ചെയ്യുക. എന്നുള്ള കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഈ വട്ടമാണ്. ആൻഡ് ഏറ്റവും നല്ല സാലറി അറൌണ്ട് 90,000 to 1 lakh സാലറി, ഗസറ്റഡ് റാങ്ക് ലെവൽ 8. അപ്പോൾ അവിടെ തൊട്ട് അങ്ങോട്ട് പിന്നെ ഗസറ്റഡ് ആണ്, ലൈക്ക് ജോയിൻ ചെയ്യുമ്പോഴേ ഗസറ്റഡ് റാങ്കിൽ ജോയിൻ ചെയ്യുന്നു എന്നൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ CGL എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റും കൊടുക്കാറുണ്ട്. ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ മാക്സിമം നല്ല റാങ്ക് ആസ്പയർ ചെയ്ത് പഠിക്കുക. പൊതുവെ ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളാണ് ഈ ഒരു AAO പോസ്റ്റ്, അതായത് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, ഓഡിറ്റ് ഓഫീസർ പോലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ കയറുന്നത്. പിന്നെ നമ്മുടെ CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഗ്രൂപ്പ് ബിയിൽ തന്നെ പേ ലെവൽ 7 സാലറി വരുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ. ഈ ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റുകൾ, എക്സൈസ്, കസ്റ്റംസ്, നാർക്കോട്ടിക്സ്, NIA അവിടെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റാങ്ക് ഒരുപാട് പേരും CGL പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് CGL Tier 2 കട്ട് ഓഫ് എന്താ, ആ Tier 2 ഒരു ജനറൽ കട്ട് ഓഫ് ആണ്, ഏറ്റവും ചെറിയ കട്ട് ഓഫ്, ആ കട്ട് ഓഫ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. ഇപ്പൊ മേ ബി 390 ഏറ്റവും ചെറിയ പോസ്റ്റിന്റെ കട്ട് ഓഫ് ചിലപ്പം വരുന്നത് വല്ല 290 അല്ലെങ്കിൽ 305 ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ 305 ഫോക്കസ് ചെയ്തൊരു കാര്യമില്ല. അതുകൊണ്ട് അവിടെ ഈ Tier 2 കട്ട് ഓഫ് വരുന്ന ഏകദേശം 342 സംതിങ് ആയിരുന്നു കഴിഞ്ഞ വട്ടം. അപ്പം ഒരു 350 ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഏത് പോസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും നിങ്ങൾ CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ആംഗിൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ പോസ്റ്റിനെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് SSCയുടെ. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 305 300 എന്നുള്ള ടാർഗറ്റ് ആയിരിക്കില്ല. നിങ്ങൾ നോക്കുന്ന പോസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയാണ് Tier 2-ന്, അതിനേക്കാളും ഒരു 5 മാർക്ക് കൂടുതൽ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്. യെസ്. പിന്നെ നമ്മുടെ അടുത്ത ഉദ്യോഗാർത്ഥികളുടെ കൺസേൺ അത് എന്തായിരുന്നു സാർ? അടുത്തൊരു അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആക്ച്വലി വിളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിപ്പം നമ്മുടെ SSC മാത്രമല്ല, ബാക്കിയുള്ള എക്സാംസ് ആയാൽ പോലും. അപ്പോൾ ഇനി ശരിക്കും നമ്മുടെ ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, ശരിക്കും എക്സാം സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു,
ഇനി വേറെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി ഈ വർഷം നമുക്ക് വിളിക്കാതിരിക്കുന്നത്? ഇപ്പം CGL വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് CHSL എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ SSC കണ്ടക്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഇത് +2 ഉള്ളവർക്ക്, +2 പാസ് ഔട്ട് ആയിട്ടുള്ള ആർക്കും എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ്. നമ്മുടെ ഡിഗ്രി ഹോൾഡേഴ്സും ഈ ഒരു പരീക്ഷ എഴുതാറുണ്ട്. അപ്പം CHSL കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ MTS വരും. MTS എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഈ ഹവൽദാർ എന്ന പേരിലും ഈ MTS പോസ്റ്റ് അറിയപ്പെടാറുണ്ട്. നമ്മൾ കസ്റ്റംസ് നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെ വിളിക്കുന്ന മറ്റൊരു നെയിമാണ് ഹവൽദാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 10th ലെവൽ പോസ്റ്റ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും എഴുതാൻ സാധിക്കും. ഈ പറഞ്ഞ ഡിഗ്രി ഹോൾഡേഴ്സിനും +2 ഉള്ളവർക്കും MTSും എഴുതാം. പിന്നീട് വരുന്നത് യൂണിഫോം പോസ്റ്റ് ആണ്. അതായത് യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും നമ്മുടെ GD കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് വരാനുണ്ട്. അപ്പോൾ 10th ലെവലുള്ള യൂണിഫോം പോസ്റ്റ് ആസ്പയർ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് GD കോൺസ്റ്റബിളിന്റെ. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് റെയിൽവേയുടെ ഇപ്പം ALP തൊട്ട് നോട്ടിഫിക്കേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് RRBയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി നോട്ടിഫിക്കേഷൻ, അതുപോലെ ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി നമുക്ക് നമ്മുടെ മുൻപിൽ വരാനായിട്ട് കിടക്കുന്നത്. അപ്പോൾ സാർ ഇപ്പം ഞാനിപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ CGL കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മേജർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം. യൂഷ്വലി പോപ്പുലർ അറിയപ്പെടുന്നത് CSL ആണ്, പക്ഷെ MTSും അതൊക്കെ. പക്ഷെ നമ്മളൊരു വേക്കൻസി ആംഗിളിൽ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഇനി ഏതാ അടുത്ത വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേക്കൻസി ആംഗിളിൽ പറയുവാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, ഇന്ത്യയിൽ തന്നെ നടക്കുന്ന റിക്രൂട്ട്മെന്റ്സിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസി വിളിക്കുന്ന SSCയുടെ GD കോൺസ്റ്റബിളാണ്. അപ്പോൾ നമുക്കതിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ നമ്മുടെ വേക്കൻസി ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിനൊരു ട്രെൻഡ് ഉണ്ട്. അതൊരു വിളിക്കുന്നതിന്റെ ഒരു ജനറൽ ട്രെൻഡ് പറയുവാണെങ്കിൽ 50-25 50-25 ഇങ്ങനെ ഒരു ട്രെൻഡിലാണ് പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എന്ന് പറയുന്നത് അറൌണ്ട് 28,000 സംതിങ് ആണ്. അതിന്റെ മുമ്പത്തെ വർഷത്തെ വേക്കൻസി 53,000 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്, 6 ലക്ഷത്തിന്റെ മുകളിൽ. അതിന് മുമ്പുള്ള വേക്കൻസി അഗൈൻ നോക്കുവാണെങ്കിൽ അഗൈൻ 25,000 അറൌണ്ട് ആവും. പക്ഷെ അതിന് മുമ്പുള്ള വർഷത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 2024 നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം വീണ്ടും ആക്റ്റീവായി വന്ന സമയത്തുള്ള വേക്കൻസി 60,000 വേക്കൻസിക്കാണ് വിളിച്ചത്. 60,000 വേക്കൻസി, ഒറ്റ ഒരു സിംഗിൾ എക്സാം അത് 60,000 വേക്കൻസി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് SSC ഒരു വർഷം 1 ലക്ഷത്തിന്റെ മേളിൽ വേക്കൻസിക്ക് എക്സാം നടത്താറുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട് അതിൽ SSC GD തന്നെ ഒരു 6 ലക്ഷത്തിന്റെ മുകളിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരും ഈ വർഷം ഇനി അങ്ങോട്ട് എഴുതാതിരിക്കുന്നവർക്ക് വരുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 60,000 വിളിച്ചായിരുന്നു 2022. അതിനുശേഷം 2023 ആയപ്പോൾ അത് അറൌണ്ട് 25,000 30,000 അടുപ്പിച്ച് വിളിച്ചു. പിന്നെയും 2024 ആയപ്പോൾ നമുക്ക് അതായത് 53,000 വേക്കൻസിക്ക് വിളിച്ചു. അതിനുശേഷം 2025 വീണ്ടും 28 ആ ഒരു റേഞ്ച് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പഴയ ഹിസ്റ്ററി അതേപോലെ തന്നെ ഫോളോ ആവുകയാണെങ്കിൽ ഈ വർഷത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ 6 ലക്ഷത്തിന്റെ അടുപ്പിച്ചുണ്ടായിരിക്കണം. എന്നിട്ട് 60, 25, വീണ്ടും 53, 28, അങ്ങനെ വീണ്ടും അറൌണ്ട് 50,000 വേക്കൻസിക്ക് വിളിക്കണം ഈ വർഷം. ശരിക്കും ആ ട്രെൻഡ് അതേപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ സോ ഡെഫിനറ്റ്ലി ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അതെന്ന് പറയുന്നത്. ആൻഡ് വേറെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇപ്പം പഠിച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ നല്ല സമയമുണ്ട്. അവിടെ എക്സാം പഴയ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ പോലും ജനുവരി തൊട്ട് മാർച്ചിന്റെ ഇടയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇപ്പം തൊട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 8 മാസത്തോളം സമയമുണ്ട് ആ എക്സാമിന് വേണ്ടി ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഈ ഓപ്പർച്യൂണിറ്റി എന്തായാലും മിസ്സാക്കരുത്. ഉറപ്പായിട്ടും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എസ്പെഷ്യലി ഈ പറഞ്ഞ ഫോഴ്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നോക്കി തുടങ്ങുക. 7 പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിൾ ആണ് SSC GD എന്ന് പറയുന്നത്. സോ നോട്ടിഫിക്കേഷൻ നമുക്ക് അറൌണ്ട് ഒരു നവംബർ-ഡിസംബർ അടുപ്പിച്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത പോപ്പുലർ എക്സാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ആംഗിളിൽ SSC GD ആണ്. പക്ഷെ ഒരു എക്സാം ആംഗിളിൽ തന്നെ പറയുവാണെങ്കിൽ CGL കഴിഞ്ഞ അടുത്ത ഏറ്റവും പോപ്പുലർ എക്സാം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ SSC CHSL തന്നെയാണ്. അപ്പൊ CHSLിലേക്ക് വരുമ്പോൾ CGL നമ്മളിപ്പോ കുറെ പോസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കേട്ടു. CHSL ഏതൊക്കെ പോസ്റ്റ് ആണ് ശരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്? CHSL നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് CGL എന്ന് പറയുമ്പോൾ അതിനകത്ത് ലൈക്ക് ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്നാണല്ലോ പറയുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും വരുന്നുണ്ട്. പക്ഷെ CHSലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻലി 3 പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. ഒന്ന് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റും, പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും, പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഈ 3 പോസ്റ്റുകളിലേക്കായിരിക്കും
റിക്രൂട്ട്മെന്റ് നടക്കുക. ഈ 3 പോസ്റ്റുകളും ഒരു +2 യോഗ്യതയുള്ള ഒരാൾക്ക്, +2 ഒരു ഡിഗ്രി എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി നിങ്ങൾ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3ഉം നിങ്ങൾക്കൊരു ബെറ്റർ സ്റ്റാർട്ട് തന്നെ ആയിരിക്കും. കാരണം സ്റ്റാർട്ടിങ് തന്നെ വളരെ നല്ല സാലറി സ്കെയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തൊക്കെ അലവൻസുകൾ ഉണ്ടോ, ലൈക്ക് നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, അതുപോലെ ഡിയറൻസ് അലവൻസ് ഉണ്ട്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ടാവും. സോ സാർ, നമുക്ക് അടുത്തതായിട്ടുള്ളൊരു മേജറായിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ CGL അടുത്ത വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആനുവലി നടക്കുന്നൊരു സംഭവമാണ് നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത CGL നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എപ്പോൾ മുതൽ തയ്യാറെടുത്ത് തുടങ്ങണം, ഞങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് അതിനെപ്പറ്റി? നമ്മളുടെ ഈ വർഷത്തെ CGL നോട്ടിഫിക്കേഷൻ വരാൻ ഒരു ഡിലേ ആയി. അപ്പൊ അത് കാരണം ഇനിയിപ്പം മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഓക്കെ, ഇവിടുത്തെ CGL ഇനി ഓഗസ്റ്റ് സെപ്റ്റംബറില, അടുത്ത വർഷം CGL ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഇപ്പം ഈ വർഷത്തെ SSCയുടെ കലണ്ടർ എടുത്ത് നോക്കിയാൽ അവർ അതിൽ SSC CGL നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് മാർച്ച് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് പല റീസൺസ് കൊണ്ട് ഇപ്പം ഡിലേ ആയതാണ്. പക്ഷെ ഇത് മാർച്ചിൽ ആയിരുന്നു അവർ കൊടുത്തിരുന്ന ഡേറ്റ്. അങ്ങനെ ആണെങ്കിൽ ആൻഡ് അവർ ആ കൊടുത്തിരുന്ന പാറ്റേൺ അടുത്ത വർഷം പ്രോപ്പർലി ഫോളോ ചെയ്താൽ, വേറെ ഇഷ്യൂസ് ഒന്നും വരാതെ അത് അടുത്ത വർഷം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇവിടെ കുറച്ച് ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ കുറച്ച് ഡിലേസ് വന്നു. പക്ഷെ ഈ അടുത്ത വട്ടം ഇനി ഈ പറഞ്ഞ എക്സാം അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം തന്നെ നോക്കാം എത്ര മാസം ബാക്കിയുണ്ട് എന്നുള്ളത്. നമുക്കിപ്പം ജൂൺ കഴിഞ്ഞു, ഇനി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമാണ് ഈ വർഷം ബാക്കിയുള്ളത്. ആൻഡ് ജനുവരി, ഫെബ്രുവരി 8 മാസം. അവർ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം കൊടുത്തിരുന്ന ഡേറ്റ് പോലെ തന്നെ മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനി 8 മാസം മാത്രമേ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി, ആൻഡ് മേ ബി എക്സാമിന് വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു 9-9.5 മാസത്തോളം ആയിരിക്കും നമുക്ക് ഇനി മുമ്പിലുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്കറിയാം CGL എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് പെട്ടെന്ന് പഠിച്ച് ഈ ഓഗസ്റ്റിൽ നടക്കുന്ന എക്സാം എഴുതി ക്ലിയർ ചെയ്യാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു എക്സാമേ അല്ല. ഡെഫിനറ്റ്ലി നല്ലൊരു സമയം വേണം. എന്നുള്ള സിലബസ് കവർ ചെയ്യാൻ തന്നെ എങ്ങനെ ആയാലും ഒരു 5-6 മാസം അടുപ്പിച്ച് വേണം. ഇത് കഴിഞ്ഞ് നമുക്കൊരു 2 മാസം റിവിഷനൊക്കെ വേണം. ഒരു എന്താ പറയുക, വളരെ നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 5 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്നു, 2 മാസം കൊണ്ട് റിവിഷൻ ഒക്കെ ചെയ്യുന്നു, അതിന്റെ കൂടെ Tier 2 പ്രിപ്പറേഷൻ കൂടെ തുടങ്ങുന്നു. അതിനുശേഷം ലാസ്റ്റ് 2 months മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത്, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത്, ഇത് പ്രോപ്പർലി ആ ടൈം ഒക്കെ ഒന്ന് സെറ്റാക്കി ഇപ്പോഴത്തെ പുതിയ പാറ്റേണിലൊക്കെ ഒന്ന് നല്ലപോലെ അഡാപ്റ്റ് ചെയ്തെടുത്ത് ആ രീതിയിലേക്ക് ഒന്ന് ആയി വരണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു 8-9 മാസം വേണം. ആൻഡ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള CGL എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ഈ ഇവിടുത്തെ CGL എക്സാംസ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി എഴുതി നോക്കുക. അതൊരു എക്സ്പോഷർ കൂടി ആയിരിക്കും അടുത്ത വർഷത്തേക്ക്. ആൻഡ് ഈ വർഷത്തെ ആ ഒരു CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് മൊത്തത്തിൽ ഹോൾ ആയിട്ട് സിലബസ് എന്താണ്, അതുപോലെ തന്നെ മോക്ക് എക്സാംസിന്റെ ഒരു പാറ്റേൺ, കാര്യങ്ങളെല്ലാം തന്നെ 2 മാസം കൊണ്ട് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ബേസിക് അരിത്തമാറ്റിക് ഏരിയാസ്, ബേസിക് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ആയി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഇപ്പൊ ഇംഗ്ലീഷ് എടുത്ത ബേസിക് ഗ്രാമർ ഏരിയാസ് മൊത്തം കവർ ആവും. നമ്മുടെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് അരിത്തമാറ്റിക് ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആവും. അങ്ങനെയുള്ള ഏരിയ എല്ലാം കവറായി തരും. അപ്പൊ നിങ്ങൾക്ക് വരാതിരിക്കുന്ന എക്സാമിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിന്റെ ഒരു എക്സ്പോഷർ കിട്ടും, സിലബസിന്റെ അത്യാവശ്യം പോർഷൻ കവറായി കിട്ടും. കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജിന്റെ തൊട്ട് പുറകെ വരാതിരിക്കുന്ന SSC, CHSL, MTS, GD പോലത്തെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റും ചെയ്യാം. അതിന്റെ ഒരു ലോങ് ടേം ഗോൾ ആയിട്ട് നിങ്ങളുടെ ഒരു പ്രോപ്പർ ടാർഗറ്റ് ആയിട്ട് അടുത്ത വർഷത്തെ CGL എക്സാംസിന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി നല്ലപോലെ എഴുതി അത് ക്ലിയർ ചെയ്യാൻ നിങ്ങളത് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ CGL എക്സാമിലേക്ക് വന്ന ഇനി ഉടനെ ഇപ്പൊ എഴുതാൻ പോകുന്നവരെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ ഉടനെ എഴുതാൻ പോകുന്നവരെ എനിക്ക് തോന്നുന്നു അവർക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തൊരു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഒരു വലിയ ടെൻഷൻ കാണത്തില്ല. എന്നുകൊണ്ട് നേരത്തെ 10 തൊട്ട് 12 മിനിറ്റിൽ എഴുതി തീർക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ എഴുതാൻ ഇനി 15 മിനിറ്റ് ഉണ്ട്. അതുപോലെ GK 5 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാറുള്ള സ്ഥലത്ത് ഇനി 15 മിനിറ്റ്, 3 ഇരട്ടി സമയമുണ്ട്. GK നമുക്കിപ്പോൾ വലിയതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ പോലും നമുക്ക് സമയം 3 ഇരട്ടിയുണ്ട്. പക്ഷെ റീസണിംഗിലേക്ക് വന്നാൽ നമ്മൾ യൂഷ്വലി എടുക്കുന്നതും 15 മിനിറ്റ് ആണ്. ഇപ്പം നമുക്ക് 15 മിനിറ്റ് സമയമാണ് നമുക്ക് ഉള്ളത്. അത് നമ്മൾ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഡെഫിനറ്റ്ലി കയ്യിൽ നിന്ന് മിസ്സാവും. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് CGLൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്സ് ഒന്നും അല്ലായിരുന്നു. ആക്ച്വലി മാത്സ് കഴിഞ്ഞോട്ടും ക്വസ്റ്റൻസ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ആക്ച്വലി റീസണിംഗും ഇംഗ്ലീഷൊക്കെയാണ് കുറച്ചുകൂടി ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത്. അപ്പൊ ഈ ഒരു 15 മിനിറ്റ് എന്നൊരു ടൈം ഫാക്ടർ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസണിംഗ് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് പാടായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്കതൊന്ന് ഹാൻഡിൽ ചെയ്യാം 15 മിനിറ്റിൽ?
റീസണിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു SSCയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് റീസണിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ SSC എക്സാംസിന്റെ റീസണിങ് എന്ന് പറയുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ ഈസിയർ ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ലെവല് തന്നെ നമുക്ക് SSC എക്സാംസിന്റെ റീസണിങ്ങിന് വരുന്നുള്ളൂ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ സെക്ഷണൽ മോക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടും. ഇനിയിപ്പം ഈ ഒരു സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റിന്റെ റീസണിങ്ങിന്റെ 25 ചോദ്യങ്ങൾ അടങ്ങിയ സെക്ഷണൽ മോക്സ് നിങ്ങൾക്ക് കിട്ടും. എത്രത്തോളം സെക്ഷണൽ മോക്കുകൾ ചെയ്യാവോ അത്രത്തോളം സെക്ഷണൽ മോക്കുകളെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രിലിംസിന് മുൻപായിട്ട് നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് എക്സാം ചെയ്യുക. അതായത് 1 അവറിന്റെ എല്ലാ സെക്ഷൻസും അടങ്ങിയ ഫുൾ ലെങ്ത് മോക്ക് എക്സാം ഉണ്ടല്ലോ, അത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് ചെയ്താലും, ഇപ്പൊ സാറ് റീസണിംഗ് ആണ് എടുത്ത് ചോദിച്ചത്, റീസണിങ്ങിന്റെ സെക്ഷനിൽ ചെയ്താലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് 25 മാർക്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. ആ മാർക്ക് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടല്ലോ അത് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് അത് റോങ് ആയി എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. കുറച്ച് കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് തെറ്റിയത്. ഒന്നെങ്കിൽ നിങ്ങളുടെ കെയർലെസ് മിസ്റ്റേക്ക് ആയിരിക്കും. റീസണിങ്ങിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കുട്ടികളെ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാണ് തെറ്റിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ 2 മിസ്റ്റേക്കുകൾ മൂലമാണ് നമുക്ക് മെയിനായിട്ടും തെറ്റ് വരുത്തുന്നത്. അപ്പം കെയർലെസ് മിസ്റ്റേക്ക് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്ത് നിങ്ങളുടെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വായിക്കുക. ചില ഇപ്പോൾ വെപ്രാളമായിരിക്കും നമുക്ക് എക്സാമിന്റെ ടൈമിൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ റീസണിങ്ങിന്റെ അകത്തൊക്കെ ചിലപ്പോൾ ഒരു ആൻഡോ അല്ലെങ്കിൽ ഒരു ബട്ടോ ഒക്കെ കാണും. പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ ആൻഡും ബട്ടും ഒക്കെ അങ്ങ് മിസ്സാവും. അപ്പൊ തന്നെ ക്വസ്റ്റ്യന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് നമുക്ക് മിസ്സാകണം. അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പും ഒരു കാര്യങ്ങളും പോലും സ്കിപ്പ് ആവാതെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. പിന്നെ കറക്കി കുത്താണ്ടിരിക്കുക. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കറക്കി കുത്തിയ അത് തെറ്റ് തന്നെയായിരിക്കും ഉത്തരം, കാരണം ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റിൽ ആദ്യം തന്നെ പോയി ടഫർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ഈസിയർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ റീസണിങ്ങിൽ വരും. ഇപ്പം ആൽഫ ന്യൂമറിക് സീരീസ് വരും. അതുപോലെ തന്നെ ചെറിയ പേപ്പർ ഫോൾഡിങ്, പേപ്പർ കട്ടിങ്, മിറർ ഇമേജിങ്, അനലോഗീസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കോൺഫിഡൻസോടുകൂടി, ഞാനിപ്പോൾ ഇത്രയും ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് കാണും, ഇത്ര ഈസിയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു, ഇനി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക. ഇനി അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റിലുള്ള ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് മിസ്റ്റേക്ക് വന്നെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ വീഡിയോസ് അവൈലബിൾ ആണ്, അതൊക്കെ കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി, എസ്പെഷ്യലി ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സ് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് അത് ശരിയാക്കാൻ നോക്കുക. അപ്പം വെറുതെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മിനിറ്റിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് എടുത്താലും നിങ്ങളൊരു 45 മിനിറ്റ് അതിൻ്റെ അനലൈസിങ്ങിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയാണ് റീസണിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ QA കുറിച്ച് ഇനി എന്താണ് സാറിന് പറയാനുള്ളത്? QA എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, പല കുട്ടികളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഇപ്പം ചിലപ്പോൾ 10th പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുമ്പോൾ +2 പഠിക്കുമ്പോൾ ഇവർക്ക് മാത്സിന് ഭയങ്കര ഹൈ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവർ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുമ്പോൾ ഇവർക്ക് ഈ മെൻ്റൽ കാൽക്കുലേഷൻ അറിയത്തില്ല. പെട്ടെന്ന് 135 എത്രയാണെന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ പെൻ ആൻഡ് പേപ്പർ എടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ശരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെ? ഇനി അത് നേരത്തെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി അത് കൂടുതൽ എഫക്റ്റ് ചെയ്യും. എന്നിടാ നമുക്ക് 15 മിനിറ്റ് നേരത്തെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെ സമയവും മാത്സിനുള്ളതായിരുന്നു. വേറെ ആർക്കും അല്ല, എല്ലാം മാത്സിന്. അതെ, GKയുടെ 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയത് മാത്സിനുള്ളത്, ഇംഗ്ലീഷിന്റെ എക്സ്ട്രാ കിട്ടുന്ന 3 തൊട്ട് 5 മിനിറ്റ് മാത്സിനുള്ളത്, റീസണിങ് എങ്ങനെയെങ്കിലും ഒരു 2 മിനിറ്റ് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്സിനുള്ളത്. അങ്ങനെ ആയിരുന്നു നമ്മൾ. അങ്ങനെ മാത്സിനെല്ലാം കൂടി നമ്മളിങ്ങനെ കൂട്ടി വെച്ച് ഒരു 25 മിനിറ്റ് മാത്സിന് കൊടുക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇനി അത് പറ്റത്തില്ല. 15 മിനിറ്റ് 25 ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് സൈഡ് ആദ്യമേ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ അവിടുത്തെ CGLന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് അങ്ങനെ സമയം എടുക്കുന്ന പോലത്തെ ഭയങ്കര വലിയ കൺസെപ്റ്റോ ഭയങ്കര വലിയ ലെന്തി ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. കൂടുതലും ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് എന്തായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഫോക്കസ് ചെയ്യുക.
എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ റെഡി ആണോ, വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത്യാവശ്യം ഫോർമുലേഴ്സും റിലേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ വട്ടം സെക്ഷൻ ടൈമിംഗ് കൂടി വരുന്ന കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഇനി കൂടത്തില്ല എന്ന് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ അതൊരു പോസിറ്റീവ് സൈഡാണ്. ഇനി അതിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 1-2 കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യം കാൽക്കുലേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 135 ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ചെയ്ത ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതൊന്ന് മാറ്റി വെച്ചിട്ട് അതിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് എന്ത് വരും എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന രീതിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ത് വരും, ആൻസറിന്റെ മൾട്ടിപ്പിൾ എന്ത് വരും. എന്തുകൊണ്ട് ഈ 35 ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേന് അത് ഉറപ്പായിട്ടും 5-ന്റെയും 7-ന്റെയും ഒക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയിട്ട് ആൻസർ എടുക്കുക. 135 ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും 9-ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ ഓപ്ഷനിൽ 9-ന്റെ മൾട്ടിപ്പിൾ നോക്കി ആൻസർ എടുക്കുക. ഇങ്ങനെ ഒരുപാട് വഴികൾ നമുക്കിനി ഉണ്ട് ആക്ച്വലി. പക്ഷെ ആ വഴികളൊക്കെ യൂഷ്വലി നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ചെയ്ത ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതിനായിരുന്നു കൂടുതൽ ഫോക്കസ്. പക്ഷെ ഇപ്പം ഇനി അങ്ങോട്ട് അതല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് എങ്ങനെ ഫുൾ ആൻസർ എടുക്കാതെ ആൻസർ എടുക്കാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരായാലും ശരി, ഇനി 2 മാസം ഉള്ളവരായാലും ശരി, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാൽക്കുലേഷൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ ബേസിക് നോളജ് എത്രത്തോളം സ്ട്രോങ് ആണ്, ലൈക്ക് നമ്മുടെ ഡിവിസിബിലിറ്റി റൂളിന്റെ കണ്ടീഷൻസ്, ടേബിള്, മൾട്ടിപ്പിൾസ്, സ്ക്വയർ, ക്യൂബ്, പവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യണം. അത് എവിടെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യമേ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ് ഇനി എങ്ങോട്ട് വരുന്നത്, നമ്മുടെ ചാപ്റ്റേഴ്സിലേക്കും ടോപ്പിക്സിലേക്കൊക്കെ വരേണ്ടത്. ഈ ടോപ്പിക്സിലേക്ക് വരുമ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസിനെ ഒരു 1, 2, 3, 4, 5, 6 അങ്ങനെ ഒരു 25 വരെ കൊണ്ടുപോകുന്നതിന് പകരം ആദ്യമേ അതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ലോലിപോപ്സ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്ത് ആൻസർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഇങ്ങനെ ആയിരിക്കണം, ആദ്യത്തെ 7 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, അതിലൊരു 15 തൊട്ട് 16 ക്വസ്റ്റനെങ്കിലും തീർക്കാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരിക്കലും 25 എഴുതണം എന്നൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യാതെ 25-ൽ ഒരു 22 23 എഴുതണം എന്നൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഏതെങ്കിലും വളരെ ലെന്തി ക്വസ്റ്റൻസ് വരുവാണ്, ഏതെങ്കിലും ഭയങ്കര കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻസ് വരുവാണ്, നിങ്ങൾ എഴുതാൻ റെഡിയാണ് എന്നുള്ള പോലെ തന്നെ നിങ്ങൾ വിടാനും റെഡി ആയിരിക്കണം. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കത്തില്ല. ഇതൊരു CGL എക്സാം എന്ന് പറയുമ്പോൾ ഓഫീസറിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ്. ഒരു ഓഫീസറിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റണം, തട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതാണോ ഈ സമയത്ത്, അതോ അത് പിന്നത്തേക്ക് മാറ്റി വെക്കണോ, അത് പിന്നെ ചെയ്യണോ എന്നുള്ളതൊക്കെ മേക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ റെഡി ആയിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള രീതി മാത്രമായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് മോർ ഓവർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നുള്ള എല്ലാ ടോപ്പിക്കും ഈക്വലി ഇമ്പോർട്ടന്റ് അല്ല. കഴിഞ്ഞ വട്ടത്തെ CGL എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ടോപ്പ് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ടോപ്പ് 5 ചാപ്റ്റേഴ്സ് എന്നാണ് ആ എക്സാമിൽ 60% മാത്സിന്റെ ക്വസ്റ്റൻസും ചോദിച്ചേക്കുന്നത്. അപ്പൊ ആ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 60%, 5 ചാപ്റ്റർ പഠിക്കുന്ന 20% പോലും പഠിക്കുന്നില്ല ആക്ച്വലി. പക്ഷെ 60% ക്വസ്റ്റൻ അവിടെ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ, അത് ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അത് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളതിന്റെ ഡിസ്കഷനൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാതൊക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം ഇനി മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർ അടുത്ത CGL വേണ്ടിയും ഈ വരായിരിക്കുന്ന CHL എക്സാംസിനൊക്കെ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇപ്പം ഉടനെ എക്സാം എഴുതാൻ പോകുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് 2 മാസം 60 ദിവസം സമയം നമ്മുടെ മുമ്പിലുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സെക്ഷണൽ മോക്ക് ടെസ്റ്റും മാക്സിമം ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളും ഈ സെക്ഷൻ ടൈം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതേ കാര്യമുള്ളൂ. ഇനി അത് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിൽ പോയി ഈ 2 മാസം കൂടി എത്ര ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും തന്നെ ചെയ്ത് തീർക്കുക. അതൊരു 100 200 എത്ര മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ് പ്രാക്ടീസ്. അതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാതെ എക്സാമിന്റെ തലേ ദിവസം വരെ പുതിയ പുതിയ കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എക്സാംസ് മാക്സിമം ചെയ്യുക. അത് എക്സാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇനി പഠിക്കാനുള്ളതെന്നുള്ളത്. അങ്ങനെയുള്ള ടോപ്പിക്സുകൾ മാത്രം പോയി എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് സാറ് ഞാനും ഇനിയും നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ അമിഷ ആൻഡ് റിജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.